വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കമന്റിനെ പറ്റിയാണ്. കമന്റ്സ് മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മൾ എഴുതുന്ന കോഡ് മോർ റീഡബിൾ ആക്കാനാണ്. നമ്മൾ കമന്റിനുള്ളിൽ എഴുതുന്ന എന്ത് കാര്യമാണെങ്കിലും അത് വെബ് പേജിൽ കാണാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ കമന്റിൽ എഴുതിയത് പ്രോസസ്സ് ചെയ്യാറില്ല. നിങ്ങൾ കോഡ് എഴുതുമ്പോൾ കമന്റ് എഴുതി പോകുന്നത് ഒരു നല്ല പ്രാക്ടീസ് തന്നെയാണ്. കാരണം പിന്നീട് നിങ്ങൾ ആ കോഡ് എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. 2 തരത്തിലാണ് കമന്റ് ഉള്ളത്. ഒന്ന് സിംഗിൾ ലൈൻ കമന്റും പിന്നൊന്ന് മൾട്ടി ലൈൻ കമന്റും. Ctrl+/ പ്രസ് ചെയ്താൽ ഇങ്ങനെ ഒരു കാര്യം വരും. അവിടെയാണ് കമന്റ് എഴുതുന്നത്. അവിടെ ഞാൻ ദിസ് ഈസ് കമന്റ് എന്ന് എഴുതാൻ പോവുകയാണ്. ഇതൊരു ഒറ്റ ലൈൻ കമന്റ് അല്ലേ, അതുകൊണ്ട് ഇതിനെ നമുക്ക് സിംഗിൾ ലൈൻ കമന്റ് വിളിക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് കോഡും കമന്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഞാൻ തൽക്കാലം 3 ഹെഡിങ് എഴുതാൻ പോവുകയാണ്. ആദ്യത്തേൽ ദിസ് വിൽ ബി ഡിസ്പ്ലേഡ്, പിന്നെ വേറൊന്നിൽ ദിസ് വിൽ നോട്ട് ബി ഡിസ്പ്ലേഡ്, പിന്നെ അടുത്തതിൽ പിന്നെയും ദിസ് വിൽ ബി ഡിസ്പ്ലേഡ് എന്ന് എഴുതി. ഇത് 3ഉം ബ്രൗസറിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഞാൻ ദിസ് വിൽ നോട്ട് ബി ഡിസ്പ്ലേഡ് എന്ന് പറയുന്ന ഹെഡിങ് മാത്രം സെലക്ട് ചെയ്ത് കമന്റ് ചെയ്യാൻ പോവുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+/ പ്രസ് ചെയ്യുമ്പോൾ അത് കമന്റായി. ഇതേ കണ്ടില്ലേ, അത് ബ്രൗസറിൽ നിന്ന് പോയി. കാരണം അത്രയും പാർട്ട് മാത്രം ഇഗ്നോർ ചെയ്തു. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള എന്തും കമന്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് മൾട്ടി ലൈൻ കമന്റ് ആണ്. അതിനായി ഞാൻ 2-3 ഹെഡിങ്ങും പാരഗ്രാഫും എഴുതാൻ പോവുകയാണ്. എന്നിട്ട് ആവശ്യമുള്ള അത്രയും ലൈൻ സെലക്ട് ചെയ്ത് Ctrl+/ കൊടുത്ത് കമന്റ് ചെയ്തു. ഇതിനെയാണ് മൾട്ടി ലൈൻ കമന്റ് എന്ന് പറയുന്നത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.